പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കുന്നതിന് ഇനി വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇരുവരുടെയും ഫോട്ടോ പതിച്ച സത്യവാങ്മൂലമുണ്ടെങ്കിൽ ഇനി ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേര് പാസ്പോർട്ടിൽ ചേർക്കാം. പാസ്പോർട്ടിന്റെ അവസാന പേജിൽ ഇനി വ്യക്തിയുടെ മേൽവിലാസവും ഉണ്ടാകില്ല. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രവാസികൾ അടക്കമുള്ള ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രധാനം പാസ്പോർട്ടിൽ പേര് ചേർക്കുന്നതിന്, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പങ്കാളിയുടെ പേര് ചേർക്കുന്നതിന് ഇനി മുതൽ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. മറിച്ച് രണ്ടുപേരുടെയും വിവാഹ ഫോട്ടോ പതിച്ച ഒരു സത്യവാങ്മൂലമാണ് സമർപ്പിക്കേണ്ടത്. ആ സത്യവാങ്മൂലത്തിൽ രണ്ടുപേരുടെയും പൂർണ്ണമായിട്ടുള്ള പേരുണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള മേൽവിലാസം ഉണ്ടായിരിക്കണം, വിവാഹം നടന്ന തീയതി, എവിടെയാണ് വിവാഹം നടന്നതെന്ന് ഇരുവരും സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അതോടൊപ്പം തന്നെയാണ് ഇരുവരുടെയും പാസ്പോർട്ടിൻ്റെ നമ്പർ ഉണ്ടാകണം, ആധാർ കാർഡിൻ്റെ നമ്പർ ഉണ്ടായിരിക്കണം, വോട്ടേഴ്സ് ID-യുടെ വിവരങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്രയുമുള്ള ഒരു സത്യവാങ്മൂലമാണ് സമർപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇത് വെച്ചുകൊണ്ട് തന്നെ പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇതാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന രീതി അത് കൂടുതലായിട്ടില്ല. അതുകൊണ്ട് തന്നെ പലർക്കും പേര് ചേർക്കണമെങ്കിൽ നെട്ടോട്ടം ഓടേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഇതുകൂടി പരിഹരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിൻ്റെ ലക്ഷ്യം. മറ്റൊരു കാര്യം, പാസ്പോർട്ടിൽ ചേർത്തിട്ടുള്ള പേര് അത് ഭാര്യയുടേതാണെങ്കിലും ഭർത്താവിൻ്റേതാണെങ്കിലും ആ പേര് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ പുതിയ പേര് ചേർക്കണമെങ്കിലോ പുതുക്കി നിശ്ചയിക്കണമെങ്കിലോ ഒക്കെ സംവിധാനമുണ്ട്. അതിനും കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അപേക്ഷകളോടൊപ്പം സമർപ്പിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രേഖകളൊക്കെ തന്നെയാണ്. അതോടൊപ്പം ഒന്നുകിൽ മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്ന വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റൊക്കെ ഇതോടൊപ്പം സമർപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് പാസ്പോർട്ടിൻ്റെ അവസാനം കൃത്യമായിട്ടുള്ള പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒക്കെ പേരടക്കം ചേർത്തുള്ള വിശാലമായിട്ടുള്ള ഒരു മേൽവിലാസം ഉണ്ടാകുമായിരുന്നു. അത് പൂർണ്ണമായും എടുത്തു കളയുന്നു. അതിന് പകരം അവിടെ ഒരു ബാർകോഡ് ഉണ്ടാകും. ആ ബാർകോഡ് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസ്പോർട്ടിലെ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും ലഭിക്കും. അത് സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.